വാസ്തവത്തിൽ 2013 കാലഘട്ടത്തിൽ അരവിന്ദ് കെജ്രിവാൾ ആരെയായിരുന്നോ ഏറ്റവും നിശിതമായി വിമർശിച്ചത്, ആരുടെ ഭരണത്തെക്കുറിച്ച് പറയാനായിരുന്നോ ഏറ്റവും കൂടുതൽ സമയമെടുത്തത്, അവർ ഇന്ന് കെജ്രിവാളിന് വേണ്ടി തലങ്ങും വിലങ്ങും കിടന്നോടുകയാണ്. കോൺഗ്രസ് പാർട്ടിയും അതിലെ പ്രമുഖനായ നേതാവ് അഭിഷേക് മനു സിംഗ്വിയുമൊക്കെ പ്രതിപക്ഷത്ത് ഐക്യത്തോടെ നിൽക്കേണ്ടതിൻ്റെ അനിവാര്യത വിളിച്ചോതുമ്പോൾ കെജ്രിവാളിന് വാസ്തവത്തിൽ നഷ്ടങ്ങൾ എവിടെയൊക്കെ സംഭവിച്ചിരിക്കുന്നു, അഥവാ കെജ്രിവാളിനെ പറ്റിയ അമളി എന്താണ് എന്ന് തിരിച്ചറിയാനുള്ള സമയം കൂടിയാണ്. ഡൽഹിയിലെ ജലവകുപ്പ് മന്ത്രിയായിട്ടുള്ള അതിഷി പറഞ്ഞതുപോലെ കോൺഗ്രസ് സമാനതകളില്ലാത്ത സഹായം ഡൽഹിയിൽ നടത്തുമ്പോൾ BJP വാസ്തവത്തിൽ ഹരിയാനയിൽ നിന്നുകൊണ്ട് ചെയ്യുന്നത് അതിക്രൂരമായ നടപടിയാണ് എന്നതും ഡൽഹിയിലേക്ക് ജലം വിട്ടുകൊടുക്കാതിരിക്കാൻ അവർ നടത്തുന്ന ശ്രമങ്ങളെക്കുറിച്ച് എണ്ണി എണ്ണി വിതുമ്പിക്കൊണ്ട് പറയുന്ന ഒരു നേതാവിനെയാണ് നമ്മളിവിടെ കാണുന്നത്. ഡൽഹി മുഖ്യമന്ത്രിയായ അരവിന്ദ് കെജ്രിവാളിനെ പുറത്തിറക്കാതിരിക്കാൻ വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ CBIയും അതുപോലെ തന്നെ കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ ഒരു കോക്കസും പ്രവർത്തിക്കുന്നു എന്നാണ് മന്ത്രിമാരെല്ലാം തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് ഡൽഹി ജനതയെ ഒന്നടങ്കം ചതിക്കുകയാണ് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ എന്ന രീതിയിലാണ് ഇവരുടെ പ്രസ്താവന വരുന്നത്. അത് മാത്രമല്ല, മനീഷ് സിസോദിയയ്ക്ക് ജാമ്യം ലഭിച്ചപ്പോൾ ഡൽഹി ജനത, അവിടുത്തെ വിദ്യാർത്ഥികൾക്ക് കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയ ചരിത്ര നേട്ടമാണ്. ഏറ്റവും മികച്ച വിദ്യാഭ്യാസം ഒരുക്കി കൊടുത്തതിൽ ഒരു വിട്ടുവീഴ്ചയും കാണിക്കാത്ത മന്ത്രി കൂടിയായ മനീഷ് സിസോദിയയെ കുടുക്കിയത് വഴി ഈ രാജ്യത്തെ വിദ്യാർത്ഥികളോടുള്ള ഒരു വെല്ലുവിളി കൂടിയാണ് സംഘപരിവാർ നടത്തിയിരിക്കുന്നത് എന്ന് ആം ആദ്മി പ്രഖ്യാപിക്കുകയുണ്ടായി. നമുക്കറിയാം, 2025 ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. 70 സീറ്റുകളിലേക്കാണ്. സഖ്യത്തിൻ്റെ ഭാഗമായി തന്നെ മത്സരിക്കേണ്ട അനിവാര്യതയിലേക്ക് ആം ആദ്മി നീങ്ങിയിരിക്കുന്നു. കാരണം ആം ആദ്മിക്ക് ഇനി 70 സീറ്റിൽ മത്സരിച്ച് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടുന്ന രാഷ്ട്രീയ സാഹചര്യമല്ല ഉള്ളത്. അവിടുത്തെ പൊളിറ്റിക്കൽ സെനാറിയോ മാറിക്കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനോടൊപ്പം ചേർന്ന് ഇന്ത്യ മുന്നണി എന്ന ഒരു ലേബലിൽ മത്സരിക്കാനാണ് ഇനി കെജ്രിവാളിൻ്റെ സംഘം ഒരുങ്ങുന്നത്. മാത്രമല്ല, കെജ്രിവാൾ ഇനി ഒരിക്കൽ കൂടി മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാൻ താല്പര്യപ്പെടില്ല എന്നുള്ളത് വാസ്തവമാണ്. രാജ്യസഭാ സീറ്റിലേക്ക് അദ്ദേഹം പോകുന്ന സംവിധാനത്തിലേക്കായിരിക്കും ഇനിയുള്ള കാലാവധി അദ്ദേഹത്തിന് കാത്തിരിക്കുന്നത്. ഡൽഹിയിൽ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ സ്വാഭാവികമായും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഒരു കോൺഗ്രസ് നേതാവ് തന്നെ എത്താനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. നമുക്കറിയാം, ഡൽഹിയിൽ കോൺഗ്രസ് ശക്തമായി തന്നെ തിരിച്ചടിക്കുന്ന സമയമായി കഴിഞ്ഞിരിക്കുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഇനി അത് വലിയ ലേബലിൽ എത്തപ്പെടും എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. നീണ്ട 10 കൊല്ലത്തിനിടയിൽ കോൺഗ്രസ്സിന് ബഹുദൂരം മുന്നിൽ പോകാൻ കഴിഞ്ഞിട്ടില്ല എന്ന ചർച്ചയുണ്ടെങ്കിലും 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പല മണ്ഡലങ്ങളിലും 2ാം സ്ഥാനത്തെത്തുകയും ഇത്തവണ കെജ്രിവാൾ അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ 3 മണ്ഡലങ്ങളിൽ അവരെ മത്സരിപ്പിക്കുകയും ചെയ്തത് അതിൻ്റെ തുടക്കം തന്നെയാണ്. ഏതായാലും ഇന്ത്യ മുന്നണി എന്ന രീതിയിലേക്ക്, ഹൈപ്പിലേക്ക് വന്നാൽ മാത്രമേ ഇനി വർഗീയ മുഖങ്ങളെ നേരിടാൻ കെൽപ്പ് കാണുകയുള്ളൂ എന്നത് വ്യക്തം.